എക്സാമിന്റെ ടെൻഷനിലാണോ? ടെൻഷൻ അടിക്കണോ? മിസ് ഇവിടെ അല്ലേ, എന്തിനാ ടെൻഷൻ? നമ്മള് ടെൻഷൻ ഒന്നും ആവണ്ട കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും മിസ്സിന്റെ മക്കൾക്ക്. മിസ് വിചാരിച്ചു എന്താണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നാളെ നിങ്ങൾ എക്സാമിന് കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് അങ്ങ് നേരത്തെ തന്നാലോ എന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങൾ എക്സാമിന് കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നേരത്തെ തന്നാലോ, പഠിച്ചു പോയാലോ അല്ലെ? അപ്പൊ മിസ് എന്ത് ചെയ്യണ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, പറഞ്ഞു തരാൻ പോകുന്നത്. നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗുഡ്സെ പ്യാറിൽ നിന്നുള്ളതാണ്. നിങ്ങൾക്ക് ചോദിച്ചിരിക്കും നിങ്ങൾക്ക് എന്താ ഗുഡ്സെ പ്യാറിന്റെ ആശയം. ഓക്കെ, അത് പഠിച്ചിട്ട് മാത്രം മിസ്സിന്റെ മക്കൾ എന്ത് ചെയ്യാ, എക്സാമിന് പോവാട്ടോ. ഓക്കെ, ഗുഡ്സെ പ്യാറിന്റെ ആശയം എന്ത് ചെയ്യും, നിർബന്ധമായിട്ടും 4 മാർക്കിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിരിക്കും. ഓക്കെ, പിന്നെയോ രണ്ടാമത്തെ നിങ്ങൾക്ക് സമാൻ ശബ്ദ അഥവാ പ്രയുക്ത ശബ്ദം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒന്നുമില്ല, ഇങ്ങനെ ഒരു കവിത തരും. ഈ കവിതയിൽ കുറെ വരികൾ ഉണ്ടാവല്ലോ. ഇതിലൊരു വരിയിൽ ഒരു ആകാശം എന്നുള്ളൊരു വേർഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ആസ്മാൻ. ഓക്കെ, ഇതേ മീനിങ് വരുന്ന ഒരു വേർഡ് ഈ കവിതയിൽ എടുക്കാൻ പറയും. അത് ഏതായിരിക്കും? അത് ആകാശമായിരിക്കും അല്ലെ? നമുക്ക് അറിയുന്ന കാര്യമാണ്, രണ്ടും ആകാശം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, മിസ്സിന്റെ മക്കൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് ചോദിച്ചിരിക്കും. ഓക്കെ, അതേപോലെ മിസ്സിന്റെ മക്കൾ ഗുഡ്സെ പ്യാറിന്റെ ആശയം എന്തായാലും പഠിക്കണം കേട്ടോ. രണ്ടാമത്തത് നിങ്ങൾക്ക് എന്താടാ പ്രൊഫൈൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറോ? ആലോചിക്കാൻ പറ്റൂല അല്ലെ? പ്രൊഫൈൽ എന്തായിരിക്കും, എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഫോർമാറ്റ് നമ്മൾ ചെയ്തതാണ്, ആ ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ബാക്കിയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, നിങ്ങൾ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പൊ പ്രൊഫൈലും പഠിക്കാം. പിന്നെ അതേപോലെ നമ്മുടെ അടുത്ത ചാപ്റ്റർ സാഫ് സഫായി മേ അവൽ ഗാവ് അല്ലെ, ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നത് പോസ്റ്റർ ആണ്. ഓക്കെ, നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു പോസ്റ്റർ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കും. ഓക്കെ, സാഫ് സഫായി അവൽ ഗാവിൽ നിന്ന് ഒരു പോസ്റ്റർ ചോദിച്ചിരിക്കും. നമ്മൾ ഓൾറെഡി അതിൻ്റെത് ചെയ്തതാണ്, നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തതാണ്. മിസ്സിന്റെ മക്കൾ ആ പോസ്റ്റർ പഠിച്ചിട്ട് പോവാട്ടോ. പിന്നെ അതേപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, അതായത് ജസ്റ്റ് പാരഗ്രാഫ് തരും, അതിലൊരു 2-3 സെന്റൻസ് ഉണ്ടാവും. ആ 2-3 സെന്റൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു 1 വേർഡ് 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പൊ മിസ്സിന്റെ മക്കൾ എന്ത് ചെയ്യാം, ചാപ്റ്റർ മിസ് സെറ്റ് ആക്കി തന്നിട്ടില്ലേ, അതങ്ങ് പഠിച്ചു പോയാൽ മതി. ഓക്കെ, അത് സിമ്പിൾ ആയിട്ട് ചെയ്താൽ പറ്റും. പിന്നെയോ വഹ് ധർത്തി ഹൈ ഉസ് കിസാൻ കി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ആശയം ചോദിക്കും. പക്ഷെ മിസ് പറയുന്നു നിങ്ങൾക്ക് മിക്കവാറും നാളെ കവിതയുടെ ആശയം ഏത് തന്നെയായിരിക്കും, ഗുദ്സെ പ്യാറിൽ നിന്നായിരിക്കും. ആ കവിതയിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് നാളെ എന്ത് ചെയ്യുക, ആശയം വരുന്നത്. പിന്നെയോ ആശയവാലി ദോ പങ്ക്തിയോ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു വേർഡ് തന്നിട്ട് അതേ മീനിങ് വരുന്നത്, ഇതേപോലെ ഒരു സെന്റൻസ് തന്നിട്ട് അതേ മീനിങ് വരുന്ന 2 ലൈനുകൾ നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും, കവിതയിൽ നിന്ന് എടുത്ത് എഴുതാൻ പറയും. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇന്നത്തെ ഷുവർ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, മിസ്സിന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം, ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ലൈവില് ഉണ്ടായിരിക്കണം. ഓക്കെ, കാരണം അതിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ റപ്പഡ്, അതേപോലെ ബാത്ചീത്ത്. ഓക്കെ, റപ്പഡ് ഇല്ലെങ്കിൽ മാത്രമേ ബാത്ചീത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം റപ്പഡ് ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ നിന്ന് റപ്പഡ് ഉണ്ടായിരിക്കും. ഓക്കെ, റപ്പഡ് എന്തായാലും ഉണ്ടാവും. റപ്പഡ് പഠിച്ചിട്ട് പോവാ. റപ്പഡ് എവിടെ കിട്ടും മിസ്, ഷുവർ ക്വസ്റ്റ്യനിലേക്ക് വാ, അവിടെ നമ്മൾ ചെയ്യും. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കും, ഈ റപ്പഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം അതെന്ത് ചെയ്യാം, അത് കണ്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യണം, നാളെ എക്സാമിന് പോകണം. അപ്പം ഇതെന്താണ്, ഇത് ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മുടെ ഗുഡ്സെ പ്യാറിന്റെ ആശയം, അതേപോലെ ഗാന്ധിജിയിലെ റപ്പഡ്, അതേപോലെ പോസ്റ്റർ, പ്രൊഫൈല് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അതേപോലെ പാരഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ മിസ് പറഞ്ഞ പോലെ സെന്റൻസ് വേർഡ് സെയിം മീനിങ് വരുന്നത്, അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യടാ, മിസ് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരും. ഓക്കെ, ചാപ്റ്റർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റർ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യനും അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷുവർ ക്വസ്റ്റ്യൻസിലേക്ക് വാടാ, നമുക്ക് പഠിക്കാം. ഓക്കെ, സെറ്റ് അല്ല മിസ്സിന്റെ മക്കള്? സോ എന്ത് ചെയ്യാ, ഇത് പഠിച്ചിട്ട് എന്ത് ചെയ്യാ, മിസ്സിന്റെ മക്കള് പോവാ. ഇത് നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം, നേരത്തെ എന്ത് ചെയ്യാം, പഠിച്ചു വെച്ചേക്കാം. ഫുൾ മാർക്ക് അങ്ങ് വാങ്ങിക്കളാം. സെറ്റ് അല്ല മിസ്സിന്റെ മക്കള്? സോ